ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പള്ളിക്കൽ AKK സ്റ്റേഡിയത്തിലാണ്. അതായത് കുറേ നാളത്തെ ഒരാളുടെ സ്വപ്നമാണ്. അതിൻ്റെ അമരക്കാരനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? നമുക്ക് നേരെ പുള്ളിയെ പരിചയപ്പെടാം. ഹായ് ചേട്ടാ, പേരെന്താണ്? എൻ്റെ പേര് അൻവർ ഷാ. വീടെവിടെ? സ്ഥലം ആദിക്കാട്ടുളങ്ങര. ഇങ്ങനെ ഒരു സ്വപ്നം തുടങ്ങിയിട്ട് എത്ര നാളായി? നമ്മുടെ ക്രിക്കറ്റ് ലൈഫിലെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ പ്രദേശത്ത് ക്രിക്കറ്റ് ബോളിൽ കളിക്കാൻ ഒരു ഗ്രൗണ്ട് എന്നുള്ളത്. നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമുക്ക് വളരെ ചുരുങ്ങിയ സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സ്ഥലങ്ങളിലാണ് കളിച്ച് നമ്മൾ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വലിയൊരു സ്വപ്നമാണ് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നുള്ളത്. അധികം നിയമാവലികളോടുകൂടിയുള്ള ഒരു ഗ്രൗണ്ട് നമ്മൾ ലീസിനെടുത്ത് ഒരു ക്രിക്കറ്റ് നമ്മുടെ ഈ സ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്, ഈ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നുള്ള സ്വപ്നം. അതിന് പിന്നിൽ ഒരുപാട് ആശയങ്ങളായിട്ടായാലും നമ്മുടെ പ്രതീക്ഷകളും ഒക്കെ ഉണ്ട്. നമ്മുടെ യുവതലമുറകൾ ഈ ക്രിക്കറ്റിനോട് അവർ കാണിക്കുന്ന ഒരു ഇത് മുമ്പത്തെ കൂട്ടൊന്നുമില്ല. സൗഹൃദങ്ങൾ ക്രിക്കറ്റിലൂടെ. ക്രിക്കറ്റ് അതുപോലെ തന്നെ ഇപ്പൊ എല്ലാരും ഫോണിന് അഡിക്റ്റാ. ഗ്രൗണ്ട് ആർക്കും ഇല്ല. പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ വയലിലോട്ട് ഇറങ്ങി ബാറ്റുമായിട്ട് ഇറങ്ങുന്ന ഈ നട്ടുച്ചക്കാലം നമ്മളൊന്ന് കളിക്കുമായിരുന്നു. ഇപ്പോഴത്തെ ഏതെങ്കിലും കുട്ടികൾ കളിക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ കുട്ടികൾ കായിക രംഗത്തേക്ക് അവരൊരു ഡെഡിക്കേഷനായിട്ട് വരുന്ന വളരെ വിരളമാണ്. കാരണം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ട് വരുന്ന സമയങ്ങൾ നമ്മൾ ഗ്രൗണ്ടുകളിലേക്ക് ഓടി വരിക, ആ സൗഹൃദങ്ങൾ, ആ കൂട്ടായ്മകൾ ഒക്കെ നിലനിർത്തിപ്പോ. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിന് അഡിക്റ്റാണ്. പിന്നെ കുട്ടികൾക്ക് മറ്റു പല കാര്യങ്ങളോടാണ് താല്പര്യം, ലഹരിയോട്. പിന്നെ ഇന്ന് അവർക്ക് അവരുടെ കൈകളിലേക്ക് ഈ മൊബൈൽ വഴിയാണെങ്കിലും അല്ലാതെയും സുലഭമായിട്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവർ ആ ഒരു മേഖലയിലേക്ക് മാറുകയാണ്. സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്നു, സ്നേഹം നഷ്ടപ്പെടുന്നു, അതോടൊപ്പം തന്നെ കളിക്കാനുള്ള അവരുടെ താല്പര്യം നഷ്ടപ്പെടുന്നു. അതിന് ഡെഡിക്കേഷനായിട്ട് വരുന്ന കുറച്ച് പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നിങ്ങൾ ഗ്രൗണ്ടുകളിൽ നോക്കിയാൽ ഒരു 35 വയസ്സിന് മുകളിലോട്ടുള്ള പ്ലേയേഴ്സിനെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഈ ഗ്രൗണ്ടിൽ കളിക്കുന്ന തന്നെ 40 വയസ്സ് 35 വയസ്സിന് മുകളിലോട്ടുള്ള കളിക്കാർ തന്നെയാണ്. കായിക താരങ്ങളാണ് ഇപ്പോഴും ഈ ക്രിക്കറ്റിനോട് അവരുടെ പാഷൻ, സ്നേഹം എല്ലാം നിലനിർത്തി മുന്നോട്ട് പോകുന്നത്. അതിന് നമുക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഈ അടുത്തിടയ്ക്ക് ഇവിടെ എങ്ങുമില്ല, ഇങ്ങനെ കണ്ണമ്പിള്ളിത്തറയുള്ളൂ, അതും പണി നടക്കുകയാണ്. ഒരു പഞ്ചായത്ത് മേളം നടക്കുമ്പോൾ മാത്രമാണ് എല്ലാവരും ഒന്ന് ഒത്തുകൂടുക എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ചേട്ടൻ ഇങ്ങനൊരു കാര്യം കൂടെ വളരെ സന്തോഷം. വളരെയധികം സന്തോഷമുണ്ട്. നമ്മളോട് ഈ നാട്, നമ്മൾ ഈ ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഈ നാട്ടിലെ ഈ പള്ളിക്കല പ്രദേശത്തെ കായിക താരങ്ങളായാലും ഈ ഗ്രൗണ്ടിനോട് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ എല്ലാം ഒരു വളരെ വലിയ ഒരു സപ്പോർട്ടും പിന്തുണയൊക്കെ ഉണ്ട്. അതൊക്കെ പഴയ കായിക താരങ്ങളുടെയും ഇപ്പൊ പോയതായാലും മൊത്തം പഴയ കായിക താരങ്ങളാണ്. അത് തന്നെ 40 വയസ്സിന് മുകളിലുള്ള ആവേശം ചോരാതെ അവര് ഇപ്പോഴും ഈ ക്രിക്കറ്റിനുള്ള പാഷൻ നിലനിർത്തുന്നു എന്നുള്ളത്. അത് ഇപ്പൊ വരുന്ന ഒരു കൊച്ചു കുട്ടികൾക്ക് ആ ഒരു പാഷനൂടെ വന്നായിരുന്നെങ്കിൽ ഒരുപാട് രക്ഷപ്പെട്ടല്ലേ ഈ നാട്. പകുതി കൂടുതലല്ലേ മൊത്തത്തിൽ രക്ഷപ്പെടും. നമ്മുടെ ഇപ്പൊ തന്നെ നീന്തൽ കുളങ്ങൾ ഇപ്പൊ പിള്ളേരെ വിടുമ്പോ പേടിയാ. കാരണം എന്താ, മൊത്തം ചെളിയെടുത്തും മറ്റേ താത്തിട്ടേക്കുക. മറ്റേ നമ്മൾ പോയി തോട്ടിലായാലും കുളത്തിലെ വീട്ടുകാരൊന്നും പറയത്തില്ല. ഇപ്പൊ അങ്ങനെയാണോ? അത് തന്നെ നമ്മുടെ നല്ല സൗഹൃദങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സ്നേഹം, നല്ല ഒരു കൂട്ടായ്മ ഇതിൽ നിന്ന് നഷ്ടമാകുന്നു. വളരെ ചുരുങ്ങിയ എണ്ണം ഓരോ പ്രദേശത്തും ഓരോരോ ക്രിക്കറ്റിനോട് താല്പര്യമുള്ള ലെജൻഡ് താരങ്ങളുണ്ട്. അവരുടെയൊക്കെ ഒരു പിന്തുണയാണ് ഇപ്പോഴും ക്രിക്കറ്റ് നമ്മുടെ നാട്ടും പ്രദേശങ്ങളിൽ നിലനിന്നു പോകുന്നത്. ഒരു 40 വയസ്സിന് ഇങ്ങോട്ട് ഒഴുകി ആൾക്കാർ എത്തും. അതാണ് നമ്മളെല്ലാം പ്രതീക്ഷ. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിങ്ങനെ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ ഫോണിലാ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേര്. പാടാ മിറ്റത്തോട്ട് ഇറങ്ങി കളിക്കാന്ന് പറഞ്ഞാൽ ഇതിനകത്തുണ്ടല്ലോ, പിന്നെ എന്തിനാ അതിനകത്ത് കളിക്കുന്ന പിള്ളേര് ചോദിക്കുന്നത്. ക്രിക്കറ്റിനോട് താല്പര്യം നഷ്ടപ്പെടുന്നു, മൊബൈലിനോട് അഡിക്റ്റ് ആവുന്നു, ലഹരിയോട് അവര് താല്പര്യം കൂടുന്നു. പിന്നെ ഒരു വേറിട്ട ഒരു എന്താ പറയുന്ന ചുരുങ്ങിയ കാലത്ത് ചുരുങ്ങിയ ലൈഫിലേക്ക് അവർ മാറുകയാണ്, ഒതുങ്ങിക്കൂടുകയാണ്, പിന്നെ സെൽഫിഷ് ആകുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ വരും കാലങ്ങളിൽ നമുക്ക് മറ്റുള്ളവരെ കാണാനും അവരുടെ സ്നേഹത്തിലായാലും അവരുടെ ദുഃഖത്തിലായാലും പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. വീണ്ടും സൗഹൃദങ്ങൾ കൂടണം, വീണ്ടും കായിക താരങ്ങൾ കളിക്കളത്തിൽ എത്തിച്ചേരണം എന്നുള്ള വളരെ പ്രതീക്ഷയോടെ ആണ് നമ്മൾ ഇവിടെ ഈ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഒരുക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടും മത്സരങ്ങളൊക്കെ നടത്തുമല്ലേ, ക്രിക്കറ്റ് ടൂർണമെന്റുകൾ, പിന്നെ കായിക താരങ്ങളെ കണ്ടെത്തുന്നതിന് നമ്മുടെ യുവതാരങ്ങളെ ഇവിടെ നമ്മുടെ അടുത്ത് നമ്മുടെ വൈക്കിങ്സ് ക്രിക്കറ്റ് അക്കാദമി ഉണ്ട്. അദ്ദേഹമാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ ക്രിക്കറ്റ് പഠിപ്പിക്കുന്നുണ്ട് വൈക്കിങ്സ്. അത് വളരെ സന്തോഷം. പിന്നെ ചേട്ടൻ എന്താ അല്ലാതെ എന്ത് ചെയ്യാ? ഞാൻ ഗൾഫിലായിരുന്നു. നാട്ടിൽ വന്നിട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു. അതൊക്കെ ഒഴിവാക്കി നാട്ടിൽ വന്ന്
ഈ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ടോ നിൽക്കുന്നു. കുഞ്ഞുനാളെ തൊട്ടുള്ള ആഗ്രഹം ആഗ്രഹമാണ്, നമ്മളൊരു സഫലമാക്കാൻ വേണ്ടി. സ്വപ്നമാണ് ഒരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് ബോൾ ആയിട്ട് ബന്ധപ്പെട്ട് സ്റ്റിച്ച് ബോൾ. ഓക്കെ ഓക്കെ ഓക്കെ. കണ്ടതിലുള്ള സന്തോഷം. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കും ഉണ്ടാവട്ടെ, അതുപോലെ തന്നെ എനിക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട്. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ കണ്ട ആ ഗ്രൗണ്ടിൻ്റെ പഴയകാല അവസ്ഥയാണിത്. ഒരുപാട് നാളത്തെ അന്വേഷണ ചേട്ടൻ്റെ കഷ്ടപ്പാടാണ് ഈ ഗ്രൗണ്ട്. എങ്ങനെ ഇത് ആ ഒരു ഇതിൽ അവിടെ ആ പ്രസംഗത്തിനിടയ്ക്ക് പറയുന്നുണ്ട്, സീറോയിൽ നിന്ന് തുടങ്ങിയാണ് ഇത്ര എത്തിയെന്നാണ് പറയുന്നത്. സീറോയിൽ നിന്ന് തുടങ്ങിയെങ്കിൽ ഇത്ര എത്തിയെങ്കിൽ വൻ വിജയത്തിൽ തന്നെ ഇതിന് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ അവസാനം വരെ കൂടെ ഇന്ന് സഹായിച്ച ഇതിൻ്റെ ടിപ്പറിൻ്റെ ഡ്രൈവറും JCB ഡ്രൈവറും പിന്നെ അതിൻ്റെ മുതലാളിമാരെയൊക്കെ വിളിച്ച് ഞാൻ നോക്കിയിട്ട് അവരെ 3 പേരെ മാത്രം വിളിച്ച് ആണ് ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ അവർക്ക് അതിന് ഒരു അനുമോദനം നൽകുകയും ഒരു ഗിഫ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. 40ാമത്തെ വയസ്സിലും ആ ഊർജം ചോരാതെ ഇപ്പോഴും ക്രിക്കറ്റിന് വേണ്ടി ആ ഒരു മനസ്സ്, ആ ഒരു ഗ്രൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളിയുടെ മനസ്സ് വലുതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെയുള്ള നമ്മുടെ പള്ളിക്കല്, താമരക്കുളം, എങ്ങനെ ഏത് സ്ഥലത്തു നിന്നായാലും ഇവിടെ വന്ന് നമുക്ക് ടൂർണമെന്റ് ആയാലും മത്സരങ്ങൾ വെച്ച് കളിക്കാനും എല്ലാം ഈ പുള്ളി അവസരം ഒരുക്കി തരും. ഒരാളുടെ സ്വപ്നത്തിന് കൂട്ടുനിന്ന നാട് തന്നെ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ബൈ.